മലപ്പുറം. മലപ്പുറം ജില്ല നിലവിൽ വന്നത് 1969 ജൂൺ 16-നാണ്. വലിപ്പത്തിൽ 3-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് മലപ്പുറം. അങ്ങാടിപ്പുറത്തിൻ്റെ പഴയ പേരാണ് വള്ളുവനാട്. മാമാങ്കവേദിയായിരുന്ന സ്ഥലമാണ് തിരുനാവായ. ആദ്യമായി മാമാങ്കം നടന്ന വർഷം AD 829-ലാണ്. അവസാനമായി മാമാങ്കം നടന്ന വർഷം 1755-ലാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം നടന്നിരുന്നത്. അപ്പം മലപ്പുറം ജില്ല നിലവിൽ വന്നത് 1969 ജൂൺ 16-നാണ്. വലുപ്പത്തിലെ 3-ാം സ്ഥാനമാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. വള്ളുവനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് മലപ്പുറം. അങ്ങാടിപ്പുറത്തിൻ്റെ പഴയ പേരാണ് വള്ളുവനാട്. മാമാങ്കവേദിയായിരുന്ന സ്ഥലം തിരുനാവായയാണ്. ആദ്യമായി മാമാങ്കം നടന്ന വർഷം AD 829-ലാണ്. അവസാനത്തെ മാമാങ്കം നടന്ന വർഷം 1755-ലാണ്. 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം നടന്നിരുന്നത്. മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചിരുന്ന രാജാവാണ് വള്ളുവ കോനാതിരി. തിരുമണ്ടാംകുന്ന് ക്ഷേത്രം അങ്ങാടിപ്പുറത്താണ്. വാവുൽമല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. പൂന്താനം നമ്പൂതിരിയുടെ ജന്മസ്ഥലമാണ് മലപ്പുറം ജില്ലയിലെ കീഴാറ്റൂർ. അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനം പെരിന്തൽമണ്ണയാണ്. കാലിക്കറ്റ് സർവകലാശാലേൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലമാണ്. അപ്പം മാമാങ്കത്തിന് ചാവാറുകളെ അയച്ചിരുന്ന രാജാവാണ് വള്ളുവ കോനാതിരി. തിരുമണ്ടാംകുന്ന് ക്ഷേത്രം അങ്ങാടിപ്പുറത്താണ്. വാവുൽമല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ്. പൂന്താനം നമ്പൂതിരിയുടെ ജന്മസ്ഥലം കീഴാറ്റൂരാണ്. അലിഗഡ് സർവകലാശാലയുടെ കേരളത്തിലെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ. കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ്. ലിറ്റിൽ പ്രൊഫസർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കേരളത്തിലെ ആദ്യ മലയാള സർവകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാലയാണ്. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് K. ജയകുമാർ. EMF ജനിച്ച സ്ഥലം പെരിന്തൽമണ്ണയിലെ ഏലംകുളമാണ്. വർഷം 1909. PC കുട്ടിക്കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ഉറൂബ്. അതുപോലെ PC ഗോപാലൻ, തൂലികാനാമം നന്ദനാർ. ഇവർ മലപ്പുറം ജില്ലക്കാരാണ്. അപ്പോൾ PC കുട്ടിക്കൃഷ്ണൻ, PC ഗോപാലൻ ഇവരൊക്കെ മലപ്പുറം ജില്ലക്കാരാണ്. PC കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ്. PC ഗോപാലനാണ് നന്ദനാർ. അപ്പോൾ ലിറ്റിൽ പ്രൊഫസർ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ച സർവകലാശാല കാലിക്കറ്റ് സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യ മലയാള സർവകലാശാലയാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല. മലയാള സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ K. ജയകുമാറാണ്. EMF ജനിച്ച സ്ഥലം ഏലംകുളമാണ്. അത് പെരിന്തൽമണ്ണയിലാണ്. വർഷം 1909. PC കുട്ടിക്കൃഷ്ണൻ, PC ഗോപാലൻ എന്നിവർ മലപ്പുറം ജില്ലക്കാരാണ്. വള്ളത്തോളിൻ്റെ ജന്മസ്ഥലം പൊന്നാനിക്കടുത്ത് ദേശമംഗലത്താണ്. ഇടശ്ശേരിയുടെ ജന്മനാട് പൊന്നാനിയാണ്. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് മഞ്ചേരിയിലാണ്. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി. കേരളത്തിലെ മെക്ക, ചെറിയ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. അപ്പോൾ വള്ളത്തോളിൻ്റെ ജന്മസ്ഥലം പൊന്നാനിക്കടുത്ത് ദേശമംഗലത്താണ്. ഇടശ്ശേരിയുടെ ജന്മസ്ഥലം പൊന്നാനിയാണ്. ഭാരതപ്പുഴ അറബിക്കടലുമായി ചേരുന്നത് പൊന്നാനിയിൽ വെച്ചാണ്. പുതിയ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചിട്ടുള്ളത് മഞ്ചേരിയിലാണ്. മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി. കേരളത്തിലെ മെക്ക, ചെറിയ മെക്ക എന്നൊക്കെ അറിയപ്പെടുന്നത് പൊന്നാനിയാണ്. സാമൂതിരിയുടെ നാവികത്തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ പ്രധാന താവളമാണ് പൊന്നാനി. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലാണ്. വർഷം 1884. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വില്ലേജാണ് ചമ്രവട്ടം. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള ആദ്യ അക്ഷയ കേന്ദ്രം തുടങ്ങിയ ജില്ല മലപ്പുറമാണ്. അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ പ്രധാന താവളം പൊന്നാനിയാണ്. മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ്. 1884 തുടങ്ങിയത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ വില്ലേജാണ് ചമ്രവട്ടം. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതയുള്ള ആദ്യത്തെ അക്ഷയ കേന്ദ്രം തുടങ്ങിയ ജില്ലയും മലപ്പുറമാണ്. കേരളത്തിലെ ആദ്യത്തെ ബയോഫിയർ നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് നിലമ്പൂരാണ്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ്.
ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സ്ത്രീധന നിരോധന പഞ്ചായത്താണ് നിലമ്പൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കരിപ്പൂരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബയോസ്ഫിയർ നാച്ചുറൽ പാർക്കാണ് നിലമ്പൂർ. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് നിലമ്പൂരാണ്. കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സ്ത്രീധന നിരോധന പഞ്ചായത്താണ് നിലമ്പൂർ. കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയമാണ്. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് കരിപ്പൂരാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമാണ് നിലമ്പൂർ കനോലി പ്ലോട്ട്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ. വാഗൺ ട്രാജഡിയുടെ സ്മാരകമായ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാൾ തിരൂരിലാണ്. എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻപറമ്പ് തിരൂരാണ്. ഇന്ത്യയിൽ ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ തോട്ടമാണ് നിലമ്പൂർ കനോലി പ്ലോട്ട്. ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയമാണ് നിലമ്പൂർ. വാഗൺ ട്രാജഡിയുടെ സ്മാരകമായ വാഗൺ ട്രാജഡി മെമ്മോറിയൽ ടൗൺ ഹാൾ തിരൂരിലാണ്. എഴുത്തച്ഛൻ്റെ സ്മാരകമായ തുഞ്ചൻപറമ്പ് തിരൂരാണ്. ഇന്ത്യയിൽ ഗുണമേന്മയ്ക്കുള്ള ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ മുനിസിപ്പാലിറ്റിയാണ് മലപ്പുറം. കേരളത്തിലെ ധന്വന്തരി ഗ്രാമമാണ് കോട്ടയ്ക്കൽ. കേരളത്തിലെ ആദ്യ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജ് കേളപ്പജി അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് തവനൂരാണ്. സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലമാണ് മങ്കട. പടിഞ്ഞാറേക്കര ബീച്ച്, കേരളാധീശ്വരപുരം ക്ഷേത്രം എന്നിവ മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ കേരളത്തിലെ ധന്വന്തരി ഗ്രാമം എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കലാണ്. കേരളത്തിലെ ആദ്യ കാർഷിക എഞ്ചിനീയറിംഗ് കോളേജാണ് കേളപ്പജി അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് കോളേജ് തവനൂർ. ആദ്യമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലമാണ് മങ്കട. പടിഞ്ഞാറേക്കര ബീച്ച്, കേരളാധീശ്വരപുരം ക്ഷേത്രം എന്നിവ മലപ്പുറം ജില്ലയിലാണ്. സാക്ഷരതയുടെ ഭാഗമായി ജ്യോതിർഗമയ എന്ന 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ പദ്ധതി നടപ്പാക്കിയ കേരളത്തിലെ നഗരസഭയാണ് നിലമ്പൂർ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്താണ് താനൂർ. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയമാണ് തിരൂർ. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനാണ് തിരൂർ ബേപ്പൂർ. വർഷം 1761 മാർച്ച് 12. അപ്പോൾ സാക്ഷരതയുടെ ഭാഗമായി ജ്യോതിർഗമയ എന്ന 4ാം ക്ലാസ് തുല്യതാ പരീക്ഷാ പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ നഗരസഭയാണ് നിലമ്പൂർ. ജനസംഖ്യ കൂടിയ ഗ്രാമപഞ്ചായത്താണ് താനൂർ. കേരളത്തിലെ ആദ്യത്തെ സാഹിത്യ മ്യൂസിയമാണ് തിരൂർ. കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈനാണ് തിരൂർ ബേപ്പൂർ. വർഷം 1761 മാർച്ച് 12. കോട്ടക്കലിൻ്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട. ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസിക രോഗാശുപത്രിയാണ് കോട്ടക്കൽ. പ്രമുഖ ആയുർവേദ ചികിത്സാ കേന്ദ്രമായ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യരാണ്. വർഷം 1902. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സ്മാരകം എവിടെയാണ്? ചന്ദനക്കാവ്, തിരുനാവായ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുങ്കൽ, മലപ്പുറം. അപ്പോൾ കോട്ടക്കലിൻ്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട. ഇന്ത്യയിലെ ഏക ഗവൺമെൻറ് ആയുർവേദ മാനസിക രോഗ ആശുപത്രിയാണ് കോട്ടക്കൽ. പ്രമുഖ ആയുർവേദ ചികിത്സാ കേന്ദ്രമായ കോട്ടക്കൽ ആര്യവൈദ്യശാല സ്ഥാപിച്ചത് PS വാര്യരാണ്. വർഷം 1902. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിൻ്റെ സ്മാരകം ചന്ദനക്കാവ്, തിരുനാവായ. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താണ് പോത്തുങ്കൽ, മലപ്പുറം. സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനം മലപ്പുറമാണ്. ജലോത്സവത്തിന് പേരുകേട്ട BM കായൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായ കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം കൊണ്ടോട്ടിയിലാണ്. അപ്പം സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനമാണ് മലപ്പുറം. ജലോത്സവത്തിന് പേരുകേട്ട BM കായൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. സൈബീരിയൻ കൊക്കുകൾക്ക് പ്രസിദ്ധമായ കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന മോയിൻകുട്ടി വൈദ്യരുടെ സ്മാരകം കൊണ്ടോട്ടിയിലാണ്. താങ്ക് യു.